ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളാൽ വഴിതെറ്റുന്ന വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസമേകി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ തിരുവല്ലോമലയിൽ ഇൻസ്പയർ 2026 വിജയകരമായി സംഘടിപ്പിച്ചു. തിരുവല്ലോമല കൊല്ലയ്ക്കൽ 6ാം വാർഡ് ജനകീയ വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി ഇൻസ്പയർ 2026 അനുമോദന സദസ്സും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം KR സത്യൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വളരെ പാവപ്പെട്ട ഒരു കർഷക കുടുംബമാണ്. അച്ഛനും അമ്മയും കൃഷിക്കാരാണ്. കൃഷി ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവര് ജീവിച്ചു പോരുന്നത്. അതിനിടയിൽ ഈ കുട്ടിക്ക് പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, പഠിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ സാമ്പത്തികം വളരെ പിന്നോട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ കാരണം നമുക്കറിയാലോ, ഇപ്പോൾ ഈ കൃഷിപ്പണി, നെല്ല് അല്ലെങ്കിൽ കൃഷി ചെയ്താൽ അതിന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഈ കൂലി ചെലവൊക്കെ കഴിഞ്ഞ് അവർക്ക് കുട്ടികളെ പഠിപ്പിക്കാനുള്ള സാഹചര്യം വളരെ കുറവായിരുന്നു. എന്നാൽ ഈ കുട്ടി ആ കുട്ടികളെ കഠിന അധ്വാനം കൊണ്ട് തന്നെ സ്വന്തമായി പഠിച്ച് പുറത്തുപോയി, ഇന്ത്യയിൽ നിന്നും പുറത്തുപോയി PhD എടുക്കുകയും നല്ല വിദ്യാഭ്യാസം അങ്ങനെ ആ കുട്ടിക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ കഥകൾ എഴുതിയും മറ്റ് നോവലുകൾ എഴുതിയും ഒക്കെ തന്നെ ഇപ്പോൾ ജോലി നോക്കുന്നുണ്ട്. അങ്ങനെ പഠനത്തിൽ ഇവിടെ മാഷ് സൂചിപ്പിച്ചതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VT ജയന്തി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡിലെ 36ഓളം വിദ്യാർത്ഥികളെ വിശിഷ്ടാതിഥികൾ ചേർന്ന് ആദരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്കായി നടന്ന കരിയർ ഗൈഡൻസ് ക്ലാസിന് തൃശൂർ ജില്ലാ ജോയിന്റ് കോർഡിനേറ്റർ MU ബിനോഷ് നേതൃത്വം നൽകി. ഭാവിയെക്കുറിച്ചുള്ള അനാവശ്യ ആശങ്കകൾ വെടിഞ്ഞ് ആത്മവിശ്വാസത്തോടെ പ്രതിസന്ധികളെ നേരിടാൻ യുവതലമുറ തയ്യാറാകണമെന്ന് അദ്ദേഹം വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു. വാർഡ് മെമ്പർ KR മനോജ് കുമാർ, അരുൺ ശ്രീകുമാർ എന്നിവരും ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓടി ഒന്ന് പറഞ്ഞു, സാറേ എനിക്ക് +2 ഇവിടെ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. കാരണം ഉപ്പയുടെ കാലിന്റെ അസുഖം കൂടി, ക്രിയാറ്റിൻ വളരെ കൂടുതലാണ് ഉപ്പയ്ക്ക്. 2 കിഡ്നിയും ട്രബിൾ വന്നു. ഡയാലിസിസ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യണം. ഞങ്ങളതിൽ പൈസ ഇല്ല. ഉപ്പയുടെ അനിയന്റെ വീട് മലപ്പുറം ജില്ലയിലാണ്. അവിടെ ഒരു ഹോസ്പിറ്റൽ പറഞ്ഞു, പെരിന്തൽമണ്ണ ഒരു ഹോസ്പിറ്റൽ പറഞ്ഞു സൗജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുക്കും. സാറേ ഞാൻ TC വാങ്ങിച്ച് അവിടേക്ക് പോവാണ്. അങ്ങനെ ഇവനും എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും കൂടി ചെറിയൊരു വണ്ടിയിൽ സാധനങ്ങളൊക്കെ ആയിട്ട് വാടക വീട്ടിൽ താമസിച്ചിരുന്നത് സാധനങ്ങളൊക്കെ ആയിട്ട് ടാറ്റ പറഞ്ഞ് അങ്ങനെ പോയി. ഇന്നത്തെ പോലെ അന്ന് മൊബൈൽ ഫോണൊന്നും അങ്ങനെ പ്രചാരത്തിൽ വന്നിട്ടില്ല. എൻ്റെ കയ്യിൽ മൊബൈൽ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരെ വീട്ടിൽ ലാൻഡ് ഫോൺ പോലും ഇല്ലാത്ത കുടുംബമാണ് കേട്ടോ. CCV ന്യൂസ്, തിരുവല്ലോമല.